അപ്പോൾ ഒന്ന് മോർണിംഗ് തന്നെ നമുക്കൊരു 8 മണിക്കൊരു കോൾ വന്നു. ഒരു ടീം ഫാമിലിയായിട്ട് ക്യാമ്പിങ്ങിന് വന്നേ തോന്നുന്നു. അവർ രാവിലെ ജസ്റ്റ് ബീച്ചിലോട്ട് വന്ന്, നോർമലി ഇവിടെ ഖത്തർ ഡെസേർട്ടിലൊരു സംഭവമാണിത്. ലോ ടൈഡ് ആകുമ്പോൾ നോർമലി പോകും, ഹൈ ടൈഡ് ആവുന്ന സമയത്ത് തിരിച്ചു വരുമ്പോൾ ട്രാക്ക് അറിയാതെ ചളിയിൽ പോയി പെടുന്നത്. അപ്പോൾ ഇത് 4 വണ്ടിയായിരുന്നു, പക്ഷേ ഒരു വണ്ടിയാണ് അവർ സ്റ്റക്കായത്, റൂട്ട് ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ മാപ്പിൽ അതിൻ്റെ കറക്റ്റ് ട്രാക്ക് ഉണ്ടാവും. നമ്മൾ സാറ്റലൈറ്റ് മോഡ് ഇട്ട് കഴിഞ്ഞാൽ വെള്ളം കയറുന്നതിൻ്റെ ഷെയ്ഡും അതേപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള ഷെയ്ഡും രണ്ടായിട്ട് കാണിക്കും. എപ്പോഴും ഇവിടെ ഖത്തറിൻ്റെ ഒരു ബെനിഫിറ്റ് പറഞ്ഞാൽ നമുക്ക് GPS കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്, നെറ്റ് അവൈലബിൾ ആണ്. സോ GPS യൂസ് ചെയ്യുക, മൊബൈലിലോ എങ്ങനെ സാറ്റലൈറ്റ് മോഡ് ഇട്ടിട്ട് ട്രാക്ക് ചൂസ് ചെയ്തിട്ട് വേണം വരാൻ. ഇങ്ങനത്തെ സ്ഥലത്ത് പ്രത്യേകിച്ച് വരുമ്പോൾ പിന്നെ നമുക്ക് അതിൽ തന്നെ എന്താ പറയുക, കണ്ടിന്യൂസ് വണ്ടികൾ പോയ ട്രാക്കുകൾ സാറ്റലൈറ്റ് ഇമേജിൽ കിട്ടും. അപ്പോൾ ആ ട്രാക്ക് മാത്രം ചൂസ് ചെയ്യുക. കോൺഫിഡൻസ് അല്ലാത്ത ട്രാക്ക് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ വണ്ടി ജസ്റ്റ് മുന്നേ നിർത്തിയിട്ട് നടന്ന് പോയിട്ട് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം വണ്ടി ഇറക്കുക. അല്ലെങ്കിൽ മാക്സിമം സ്കിപ്പ് ചെയ്യുക, ഏറ്റവും ബെറ്റർ. അതിൽ റിക്കവറി ടൂൾസ് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുകയാണ് ഏറ്റവും ബെറ്റർ. അല്ലാതെ തന്നെ ഒരുപാട് ഏരിയാസ് നമുക്ക് ഡയറക്റ്റ് പോയി കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ആക്ച്വലി റൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിനായിട്ട് വരുന്നത് മാപ്പ് എടുക്കുക, സാറ്റലൈറ്റ് മാപ്പ്. ഗൂഗിൾ മാപ്പ് തന്നെ സാറ്റലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ഇമേജ് കിട്ടും. ഇതിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് ഇതുണ്ടോ, ഇതൊക്കെ ഇപ്പോൾ സേഫ് ട്രാക്കുകളാണ്. ഇപ്പോൾ നമ്മൾ ചളി വരുന്ന ഏരിയ ആകുമ്പോഴത്തേന് ഇതിൻ്റെ ഷെയ്ഡ് മാറും. ഓക്കെ, ഇതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ഷെയ്ഡ് മാറുമ്പോൾ മാക്സിമം സ്കിപ്പ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ഇതുവരെ ഇപ്പോൾ ഒന്ന് സേഫാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ചെറുതായിട്ട് ചളിയായി, പിന്നെ അങ്ങോട്ട് നല്ല ചളിയായി, പിന്നെ അങ്ങോട്ട് കടലായി. അപ്പോൾ ഇതാണ് മെയിനായിട്ട് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. നമ്മൾ ട്രാക്ക് ചൂസ് ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഡൗട്ട്ഫുൾ ആയതൊന്നും എടുക്കാതിരിക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട്ഫുൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറങ്ങിപ്പോയി ചെക്ക് ചെയ്തിട്ട് വെരിഫൈ ചെയ്തിട്ട് ഹാർഡാണെന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം വണ്ടി എടുക്കുക. വൺസ് ചെക്കായി കഴിഞ്ഞാൽ 8-10 മണിക്കൂർ ഇവിടെ നമ്മൾ നിൽക്കേണ്ടി വരും, ലോക്കാവേണ്ടി വരും. വേറൊരു ഹെൽപ്പ് എത്തൂല എന്നല്ല, ഹെൽപ്പ് എത്തും. നമ്മളെ പോലത്തെ ഒരുപാട് പേര് ഇവിടെ റിക്കവറിക്ക് വേണ്ടിയിട്ട് ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹെൽപ്പ് എത്തും. ബട്ട് സ്റ്റിൽ നമ്മളെന്താ പറയുക, നല്ലൊരു ഫണ്ടിന് വേണ്ടി ഇറങ്ങിയിട്ട് ഡെസ്റ്റിനേഷനിലെത്താതെ ഞാൻ ഒരുപാട് പേരെ റിക്കവർ ചെയ്തിരിക്കുന്നു. അവർ ഇതിൽ പറയാണ്, നമ്മളൊരു ഫണ്ടിന് വേണ്ടിയിട്ട് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഫാമിലി ആയിട്ട് ഇറങ്ങിയിട്ട് സ്റ്റക്കായിട്ട് കംപ്ലീറ്റ് ഡെസേർട്ടിനോടില്ല ഫുൾ വെറുപ്പായിട്ട് തന്നെ അവർ തിരിച്ചു പോകുന്ന കാണുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി, വേറെ എല്ലാം ഓക്കെയാണ്. ടീം വന്നു, അവരൊക്കെ സ്റ്റക്കായി. നമ്മളത് വിഞ്ചില്ലോണ്ട് പിന്നെ മുന്നോട്ട് പോവുകയും ചെയ്യരുതേ. കാര്യം എന്ന് പറഞ്ഞാൽ ചളി മാക്സിമം സ്കിപ്പ്. ചളി ഉണ്ടല്ലേ, എന്നാ ബാ.